അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ശ്വേതാ മേനോൻ ഇനി അമ്മയെ നയിക്കും. വാശിയേറിയ മത്സരത്തിലാണ് ശ്വേത ചരിത്രം കുറിച്ചിരിക്കുന്നത്. ദേവനെയാണ് എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തമായ ലീഡും നേടിക്കൊണ്ടാണ് ഈ വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ്, ഏറെ ചർച്ചകൾ, വിവാദ കൊടുങ്കാറ്റിൽ നിന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ അമ്മയെ നയിക്കാൻ ഇനിയുള്ള കാലം ചരിത്രം രചിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് എത്തുന്നത്. ശ്വേതയുടെ ഏറെ വർഷത്തെ സിനിമാ പാരമ്പര്യമുള്ള നിരവധി സിനിമകളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ശ്വേത ഇനി അമ്മയെ നയിക്കാൻ എത്തുകയാണ്. അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ഖ്യാതിയാണിപ്പോൾ ശ്വേതയിലൂടെ ഉയർന്ന് കേൾക്കുന്നത്. റിയ ബീബി ചേരുന്നുണ്ട്. റിയ, അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുന്നു. തലപ്പത്തേക്ക് ആദ്യ വനിത എത്തുകയാണ്. തെരഞ്ഞെടുപ്പിൽ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെയുള്ള ലീഡ് സംബന്ധിച്ചു കൂടിയുള്ള വിവരങ്ങൾ. ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മത്സരഫലം വന്നിരിക്കുന്നത്. അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ അമ്മ സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറിസായി കുക്കു പരമേശ്വരനാണ് രവീന്ദ്രനെതിരെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും മുന്നിൽ നിൽക്കുന്നുണ്ട്. നാസർ ലത്തീഫായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. അവരെ പിന്തള്ളിക്കൊണ്ടാണ് ജയൻ ചേർത്തലയും അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയയും മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും 31 വർഷത്തെ ചരിത്രത്തിനിടയിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് ശ്വേതാ മേനോൻ എന്ന വനിതാ പ്രസിഡന്റിനെ ലഭിച്ചിരിക്കുന്നു. അതാണ് അമ്മയുടെ ഈ മത്സര ഫലം, ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യ റിസൾട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ കുക്കു പരമേശ്വരനും ശ്വേതയും മുന്നിലായിരുന്നു. ഇപ്പോൾ ഇതാ രണ്ടുപേർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും പ്രസിഡന്റ് സ്ഥാനത്തും വനിതകൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ജയൻ ചേർത്തലയും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി എക്സിക്യൂട്ടീവിലേക്കുള്ള വോട്ടെണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 11 പേരാണ് എക്സിക്യൂട്ടീവിലേക്ക് വിജയിക്കാനുള്ളത്. 13 പേർ മത്സര രംഗത്തുണ്ടായിരുന്നു. 4 വനിതകളും 7 ജനറൽ കാറ്റഗറിയിലെ ആളുകളുമായിരിക്കും അവരിന്ന് തെരഞ്ഞെടുക്കപ്പെടുക. അതിന്റെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ട്രഷററായി ഉണ്ണി ശിവപാൽ വിജയിച്ചിരിക്കുന്നു. അമ്മ സംഘടനയുടെ ട്രഷററായി ഉണ്ണി ശിവപാൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും വാശിയേറിയ മത്സരമായിരുന്നു ഇത്തവണ. ദേവനും ശ്വേതാ മേനോനും കടുത്ത മത്സരം കാഴ്ചവെച്ച അമ്മ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോൻ എന്ന ഒരു വനിതാ പ്രസിഡന്റിനെ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അത് അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രമാണ്. ശ്വേതാ മേനോൻ എന്നൊരു വനിതാ പ്രസിഡന്റ് സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതാണ് റിയ, ചരിത്രം അങ്ങനെ വഴിമാറുകയാണ്. അമ്മ സംഘടന രൂപീകരിച്ചത് മുതൽ അവിടെ പുരുഷന്മാരായിരുന്നു തലപ്പത്ത് നയിക്കാനുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം ഇന്നസെന്റ് ഏറെ വർഷക്കാലം, പിന്നീട് മോഹൻലാൽ ആ സ്ഥാനത്തേക്ക് വരുന്നു. പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദഘട്ടത്തിലാണ് നിലവിലെ കമ്മിറ്റി ഇല്ലാതാവുകയും പിന്നീട് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയും ചെയ്തത്. പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വനിതകൾ മുഖ്യ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നു. ആ സ്ഥാനങ്ങളിൽ അവർ തന്നെ യോഗ്യരാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ശ്വേതാ മേനോൻ ഇനി അമ്മയെ നയിക്കും. അമ്മയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് വരുമ്പോൾ സിനിമയിലെ സാഹചര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒട്ടനവധി വിവാദങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ, അപ്പോൾ ഇതിന്റെ ആരോപണങ്ങളൊക്കെ ഉള്ള നിഴലിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അമ്മയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആ തലപ്പത്തേക്ക് ഒരു വനിത വരുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടാവുകയാണ്. മാത്രമല്ല റിയ, ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്കും വനിത തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ ഏറെക്കുറെ അമ്മയുടെ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കീ പോസ്റ്റുകളിലേക്ക് വനിത എത്തുന്നു എന്ന പ്രത്യേകത. ഇപ്പോൾ ചരിത്രം വഴിമാറുന്നു. പുതുചരിത്രം കുറിക്കാൻ വനിതകളുടെ കരങ്ങൾ എത്തുകയാണ്. പ്രജീഷ്, അമ്മ സംഘടനയെ ഏറെ ഉലച്ചതും ഏറെ പ്രതിസന്ധിയിലാക്കിയതും ഈ മീറ്റു അടക്കമുള്ള ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെയായിരുന്നു. ഇത്തവണയും ആരോപണ വിധേയർ മത്സരിക്കുന്നത് വലിയ ചർച്ചയും വിമർശനവും ഒക്കെ സംഘടനയ്ക്കകത്ത് ഉയർത്തി. അതിന് പിന്നാലെയാണ് ജഗദീഷ് മത്സര രംഗത്തുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. ജഗദീഷ് ഒരു വനിതാ സ്ഥാനാർത്ഥി വരട്ടെ, താൻ മാറുന്നു എന്ന് പറഞ്ഞ് പത്രിക പിൻവലിക്കുന്ന ഒരു അപൂർവമായ സാഹചര്യം കൂടി സംഘടനയുടെ മുന്നിൽ ഇത്തവണ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ശ്വേതയും ദേവനും തമ്മിലുള്ള മത്സരത്തിനൊടുവിൽ
പ്രസിഡന്റായി ശ്വേത തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ രവീന്ദ്രനെതിരെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ലക്ഷ്മി പ്രിയയാണ് മുന്നിലുള്ളത്. രണ്ടുപേരാണ് അവിടെ. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയും മുന്നിട്ട് നിൽക്കുന്നു. ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 13 പേർ സ്ഥാനാർത്ഥി മത്സര രംഗത്തുണ്ടായിരുന്നെങ്കിലും അവർ പത്രിക പിൻവലിച്ചതോടെ അൻസിബ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ പോസ്റ്റുകളിലേക്ക് അമ്മ സംഘടനയ്ക്ക് വനിതകൾ നേതൃനിരയിലേക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയെന്ന് എടുത്തു പറയേണ്ടത്. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വാർത്താ സമ്മേളനം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കും. ശ്വേതയുടെയൊക്കെ വാർത്താ സമ്മേളനം പ്രതികരണമൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്പസമയത്തിനകം തന്നെ പുതിയ ഭരണസമിതി മാധ്യമങ്ങളെ കാണും. ഏതാണ്ട് 4:15 മാധ്യമങ്ങളെ കാണും. അകത്ത് വെച്ചായിരിക്കും വാർത്താ സമ്മേളനം ഉണ്ടാവുക. ശ്വേത മേനോൻ അടക്കമുള്ളവർ സംസാരിക്കും. മാത്രമല്ല, ഈ വിവാദങ്ങൾക്ക് ശേഷം ഈ കേസടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയ പ്രഖ്യാപനത്തിന് ശേഷം സംസാരിക്കാമെന്നായിരുന്നു ശ്വേത മേനോൻ അടക്കം ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളിലടക്കം ശ്വേത മേനോന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകും. മെമ്മറി കാർഡ് കേസുകൾ, ശ്വേതയ്ക്കെതിരായ പരാതികൾ, അങ്ങനെ നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളും കേസുകളും ഒക്കെ നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഈ അമ്മ സംഘടനയ്ക്കകത്ത് ഇത്തവണ നടന്നത്. അൻസിബ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി കൊടുക്കുന്നു. ശ്വേത മേനോനെതിരെ പുറത്തുനിന്നൊരു പരാതി വരുന്നു. ബാബുരാജ് ആരോപണ വിധേയനായതുകൊണ്ട് മാറി നിൽക്കേണ്ടി വരുന്നു. ജഗദീഷ് സ്വയം പത്രിക പിൻവലിച്ചു മാറി നിൽക്കുന്നു. അങ്ങനെ അതിനാടകീയമായതും ഒപ്പം തന്നെ ആരോപണങ്ങളും മെമ്മറി കാർഡ് അടക്കമുള്ള ഗുരുതര വിഷയങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും അതിനൊടുവിൽ തെരഞ്ഞെടുപ്പ് ചിത്രം റിസൾട്ട് വന്നിരിക്കുന്നു. 31 വർഷം 94 സംഘടന രൂപീകരിക്കുന്നു. അതിനുശേഷം ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. വനിത തന്നെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറെ പ്രത്യേകത. നേരത്തെ സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞു വനിതകൾ നേതൃനിരയിലേക്ക് വരട്ടെ അമ്മ സംഘടനയ്ക്ക്, അത് നല്ലതല്ലേ, അതൊരു പുതിയ ചരിത്രമല്ലേ എന്ന് പലരും പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുന്നത് കണ്ടു. അങ്ങനെ ശ്വേത മേനോൻ അതിശക്തമായ മത്സരത്തിനൊടുവിൽ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര വോട്ട് നേടി എന്നതടക്കമുള്ള കണക്കുകളും വിശദ വിവരങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അമ്മ സംഘടനയുടെ പ്രസിഡന്റായി നടി ശ്വേത മേനോൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.